മസാലപ്പുട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പുട്ടിന് കറിയൊന്നും ഇല്ലാത്ത ടൈമിൽ നമ്മൾ ഇതേപോലെ മസാലപ്പുട്ടൊക്കെ ഉണ്ടാക്കി വെക്കട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു സവാള ഇട്ടെടുക്കാം. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. പുറത്ത് നല്ല മഴയാണ്. മഴ ആയത് കാരണം സ്കൂളൊന്നും ഇല്ലല്ലോ. സ്കൂളും മദ്രസൊക്കെ ലീവല്ലേ. സവാള അതാ ഒരു ബ്രൗൺ കളറായിരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അതിലേക്ക് തേങ്ങ ഇട്ടെടുക്കാം. തേങ്ങ ചിരകിയത്, വറ്റൽ മുളക്, കറിവേപ്പില, ഒന്ന് വഴറ്റി കൊടുക്കട്ടോ. ഇത് ലേശം പെരിഞ്ജീരകപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. ഈ ഗ്യാസ് ഓഫാക്കിയതിന് ശേഷം ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാൻ. ചൂടാക്കണമെന്നില്ല കേട്ടോ. നമ്മൾ സാധാരണ പുട്ടിന് വേണ്ടി കുഴച്ച് വെക്കുന്നത് പോലെ വെള്ളത്തിൽ ഉപ്പിട്ട് പുട്ടുപൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഇട്ടെടുക്കും. ഇപ്പോൾ നമ്മൾ പുട്ടിനുള്ളത് കുഴച്ച് വെച്ചിട്ടുണ്ട്. പുട്ടിന് പൊടി കുഴച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മളിത് വേവിക്കുമ്പോൾ ഫസ്റ്റും ലാസ്റ്റും തേങ്ങ ചേർത്താൽ മതി. കാരണം നമ്മൾ തേങ്ങ ആദ്യം ചേർത്തിട്ടുണ്ടല്ലോ. ഇനി സാധാരണ പോലെ തേങ്ങ ചേർക്കണം എന്നില്ല. ഫസ്റ്റും ലാസ്റ്റും ഒന്ന് തേങ്ങ ചേർക്കട്ടോ. ഉണ്ടാക്കിയിട്ട് വരാം. മസാലപ്പുട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.